ഹായ് എവരിവൺ വെൽക്കം ടു മോം ലൈഫ്. അപ്പോൾ നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിലെ അൽ ഹസയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അൽഖറ പർവ്വതം കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിനെ ജബൽ അൽഖറ എന്നും പറയും കേട്ടോ. പിന്നെ ഇതിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ഷബാബ് മൗണ്ടൻ എന്നാണ് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് അൽ ഹസയിലുള്ള വഴിയോര കാഴ്ചകളും പിന്നെ അൽഖറയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഈന്തപ്പനയുടെ തോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അൽഖറ മൗണ്ടൈൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ മെയിൻ ഗേറ്റിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അൽഖറ മൗണ്ടൈൻ്റെ എൻ്റർ ചെയ്യേണ്ട ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അൽഖറ മൗണ്ടൈൻ കാണുവാനായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ കയറാൻ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് മുകളിലത്തെ നിലയിലേക്ക് വന്ന് ഇവിടെ കുറച്ച് ചരിത്രങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ള ഒരു സെക്ഷൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ കുറച്ചൊന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.
അപ്പോൾ ഇവിടെ മുതലാണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. അപ്പോൾ എന്താ പറയുക, അതിഭയങ്കരമായ ചൂടാണ്. പക്ഷേ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ആ പർവ്വതത്തിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും മനോഹരമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അൽഖറ മൗണ്ടെയിൻ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിമനോഹരമായിട്ടുള്ളൊരു പർവ്വതം തന്നെയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ പരന്നിട്ടാണ് കേട്ടോ ഉള്ളത്. പർവ്വതത്തിൻ്റെ ഇവിടെ ഗുഹയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ഇടവഴി പോലെ, അതായത് ഒരാൾക്ക് കയറാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ഇടവഴിയുണ്ട്. അപ്പോൾ ആ വഴി കൂടി കയറി ചെല്ലുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പർവ്വതത്തിന് നല്ല ഉയരമുണ്ട് കേട്ടോ. 75 മീറ്ററോളം ഉയരമുണ്ട്. അതായത് 246 അടി ഉയരമുണ്ട് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് അതിഭയങ്കരമായ ചൂടാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട്. പിന്നെ ഇത് അവിടെ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. നമ്മളവിടെ നിന്ന് ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പൈസ കൊടുക്കണം. അപ്പോൾ എത്രയൊക്കെയാണ് വേണ്ടത്, പല റേറ്റിനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു റേറ്റ് പറഞ്ഞിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തുള്ള ആ ഭാഗങ്ങളൊക്കെ കുറച്ചൊക്കെ ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ടു. കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പുറത്ത് അധികം നിൽക്കാൻ കഴിയില്ല, നല്ല ചൂടാണ്. എന്നാലും നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ഫോട്ടോയും വാങ്ങിയിട്ട്. അപ്പോൾ ഈ ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ഫോട്ടോയും തരുന്നത്. അവിടെ നിന്നാണ് ഫോട്ടോസ് വാങ്ങിക്കേണ്ടത്. അവിടെ നിന്ന് ഫോട്ടോയും വാങ്ങിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഐസ്ക്രീമും ജ്യൂസൊക്കെ കൊടുക്കുന്ന കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ബോട്ടിൽ വെള്ളവും പിന്നെ ജ്യൂസും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോവുകയാണ്. എന്താ പറയുക, അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അൽഖറ മൗണ്ടെയിൻ്റെത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. പുറത്ത് അതിഭയങ്കരമായിട്ടുള്ള ചൂടും അതിൻ്റെ ഉള്ളിലെ ആ ഒരു തണുപ്പും അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ അൽഖറ മൗണ്ടെയിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് അൽ ഹസയിൽ തന്നെയുള്ള മറ്റൊരു ഇടത്തേക്ക് പോവുകയാണ്. സൂ കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അടുത്ത വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.